ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ കേരളത്തിലെ സംഘടനാ സംവിധാനം ഇതുവരെ 2 പ്രാന്തങ്ങളായി പ്രവർത്തിച്ചിരുന്നത് അടുത്ത 1 വർഷത്തിനുള്ളിൽ 3 സഭാംഗങ്ങളായി മാറുമെന്ന് RSS ഉത്തര കേരളം ഭാരവാഹികൾ. അഖില ഭാരത പ്രതിനിധി സഭയെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു ഭാരവാഹികൾ. 1.5 കോടി മുതൽ 2 കോടി വരെ ജനസംഖ്യ വരുന്ന ഭൂപ്രദേശങ്ങളെ ചേർത്ത് ഒരു സംഭാഗ് എന്നുള്ളൊരു വ്യവസ്ഥ വരികയാണ്. ശാഖ എന്നുള്ളതാണ് RSSന്റെ അടിസ്ഥാന പ്രവർത്തനം. അപ്പൊ ആ ശാഖാ പ്രവർത്തനത്തിൽ കൂടിയാണ് ആദർശനിഷ്ഠയുടെ പ്രവർത്തകർ നിർമ്മിക്കപ്പെടുന്നത്. അപ്പൊ ആ പ്രവർത്തനം ഫോക്കസ് ചെയ്യുന്നതിന് വേണ്ടി സംഘടനയുടെ ഘടനയിൽ സംഭാഗ് എന്നുള്ളൊരു പുതിയ സംവിധാനം വരികയാണ്. രാഷ്ട്രീയ സ്വയം സേവക സംഘം അഖില ഭാരത പ്രതിനിധി സഭ മാർച്ച് 13, 14, 15 തീയതികളിൽ ഹരിയാനയിലെ സമാൽഗയിൽ വെച്ച് നടന്നു. സംഘചാലക് ഡോക്ടർ മോഹൻ ജി ഭഗവത്, സർ കാര്യവാഹ് ദത്താത്രേയ ഹൊസബോള എന്നിവർ മാർഗനിർദ്ദേശം നൽകി. RSS ശതാബ്ദി പരിപാടികളുടെ ഭാഗമായി വിജയദശമി പരിപാടികൾ, ഗൃഹസമ്പർക്ക പരിപാടികൾ, ഹിന്ദു സമ്മേളനങ്ങൾ, സാമാജിക സമരസത പരിപാടികൾ, പ്രമുഖ വ്യക്തികളുടെ സമ്മേളനങ്ങൾ എന്നിവയും നടന്നു. സംഘ ശതാബ്ദിയോടനുബന്ധിച്ച് ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ബംഗളൂരു എന്നിവിടങ്ങളിൽ സർ സംഘചാലക് ഡോക്ടർ മോഹൻ ജി ഭാഗവത് പങ്കെടുത്ത പ്രഭാഷണ പരമ്പരയും സംഘടിപ്പിച്ചു. ദേശീയ ഗീതമായ വന്ദേ ഭാരതത്തിന്റെ 150-ാം വാർഷികത്തോടനുബന്ധിച്ചും സിഖ് ഗുരുവായ ഗുരു തേഗ് ബഹദൂറിന്റെ 380-ാം ബലിദാന വാർഷികത്തോടനുബന്ധിച്ചും ഇന്ത്യയിലുടനീളം വ്യത്യസ്തമായ പരിപാടികളും അരങ്ങേറി. രാജ്യത്തെ നക്സൽ വിമുക്ത പ്രദേശമായി മാറ്റിയതിൽ ഭാരത സർക്കാരിനെ RSS പ്രതിനിധി സഭ അഭിനന്ദിച്ചു. വിഘടനവാദം ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ഇത്തരം പ്രവർത്തനങ്ങൾക്ക് സംഘം പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ കേരളത്തിലെ സംഘടനാ സംവിധാനം പുതിയ രീതിയിലേക്ക് മാറുമെന്നും രാഷ്ട്രീയ സ്വയം സേവക സംഘം ഉത്തര കേരളം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കോഴിക്കോട്ട് നടന്ന വാർത്താസമ്മേളനത്തിൽ RSS പ്രാന്ത കാര്യവാഹ് PN ഈശ്വരൻ, ദക്ഷിണ ക്ഷേത്രീയ സഹ ബൗദ്ധിക് ശിക്ഷൺ പ്രമുഖ് KP രാധാകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പൊതു നിരീക്ഷകരും ചെലവ് നിരീക്ഷകരും